ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കഥ പറയട്ടെ. കഥയുടെ പേരാണ് നിഴൽച്ചിരി. രാത്രിയുടെ രണ്ടാം യാമത്തിൽ തണുത്ത കാറ്റ് ജനലിലൂടെ അകത്തേക്ക് അരിച്ചെത്തി. സോഫിയുടെ മുറിയിലെ മെഴുകുതിരി നാളത്തിന്റെ നേരിയ വെളിച്ചത്തിൽ നിഴലുകൾക്ക് പുതിയ രൂപങ്ങൾ നൽകി. അവളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കണ്ണുനട്ട് സോഫി ഇരിക്കുകയായിരുന്നു. യൂട്യൂബ് ചാനലിലേക്കുള്ള പുതിയ വീഡിയോക്കായി ഒരു സൈക്കോ ത്രില്ലർ കഥ മെനയെടുക്കുന്ന തിരക്കിലായിരുന്നു അവൾ. പുറത്ത് മഴയുടെ താളത്തിനൊപ്പം കാറ്റ് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് താഴത്തെ നിലയിൽ നിന്ന് ഒരു നേർത്ത കരച്ചിൽ സോഫിയുടെ കാതുകളിലെത്തി. അവൾ പേടിച്ച് ചുറ്റും നോക്കി. ആ വീട്ടിൽ അവൾ ഒറ്റയ്ക്കേയുള്ളൂ. നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ഇത് വെറും തോന്നലായിരിക്കും, മഴയുടെ ശബ്ദമാകും. അവൾ സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കുറച്ചു നിമിഷങ്ങൾക്കകം വീണ്ടും അതേ കരച്ചിൽ. ഇത്തവണ അത് കൂടുതൽ വ്യക്തമായിരുന്നു, ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ. അവളുടെ മനസ്സ് ഭയം കൊണ്ട് നിറഞ്ഞു. ധൈര്യം സംഭരിച്ച് ഫോണിലെ ടോർച്ച് ഓൺ ചെയ്ത് സോഫി പതുക്കെ താഴേക്ക് നടന്നു. ഓരോ പടിയും ഇറങ്ങുമ്പോൾ അവളുടെ ഹൃദയം ഒരു ഡ്രമ്മിന്റെ താളത്തിലെന്ന പോലെ മിടിച്ചു. താഴത്തെ ഹാൾ ഇരുട്ടിൽ നിശബ്ദമായിരുന്നു, ഭയം നിറഞ്ഞ നിശബ്ദത. സോഫി ഫോണിലെ വെളിച്ചം നാലുപാടും വീശി. ഹാളിന്റെ ഒരറ്റത്തുള്ള കാലപഴക്കം ചെന്ന ഒരു തടി കസേരയിലിരുന്ന് ഒരു ചെറിയ പെൺകുട്ടി തേങ്ങിക്കരയുകയായിരുന്നു. വെളുത്ത പഴകിപ്പറിഞ്ഞ ഒരു ഗൗണായിരുന്നു അവളുടെ വേഷം. മുഖം മുടികൊണ്ട് മറഞ്ഞിരുന്നു. ഹേ കുട്ടി, എന്താ നിനക്ക് പറ്റിയത്? നീ എന്തിനാ ഇവിടെ? സോഫി പതിയെ വിറയലോടെ ചോദിച്ചു. കുട്ടി പതുക്കെ തലയുയർത്തി. സോഫി കണ്ടത് ശൂന്യമായ കണ്ണുകളായിരുന്നു, ഭാവരഹിതമായ ജീവനില്ലാത്ത കണ്ണുകൾ. ഒരു തുള്ളി കണ്ണീരുപോലും ആ കണ്ണുകളിലുണ്ടായിരുന്നില്ല. അവൾ സോഫിയെ തുറിച്ചുനോക്കി. സോഫിയുടെ ദേഹമാസകലം ഒരു തണുത്ത ഭയം അരിച്ചുകയറി. അടുത്ത നിമിഷം ആ കുട്ടി അവളുടെ നേർക്ക് കൈനീട്ടി. അതൊരു നേരിയ ചിരിയായിരുന്നു. എന്നാൽ അത് സോഫിയുടെ ഉള്ളിൽ ഭയം നിറച്ചു. ഒരു ഭയാനകമായ, ലോകമവസാനിച്ചതുപോലെയുള്ള ചിരി. സോഫി ഞെട്ടിയുണർന്നു. സൂര്യരശ്മി ജനലിലൂടെ അവളുടെ മുഖത്തേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. തലേരാത്രി നടന്നതെല്ലാം ഒരു ദുസ്വപ്നമായിരുന്നു. അവളുടെ കമ്പ്യൂട്ടറിന്റെ വെളിച്ചം മിന്നിക്കൊണ്ടിരുന്നു. അവൾക്ക് തലേരാത്രിയിലെ ഭയാനകമായ ഓർമ്മകൾ മാഞ്ഞുപോകുന്നതുപോലെ തോന്നി. അവൾ എഴുന്നേറ്റ് താഴേക്ക് നടന്നു. ഹാൾ സാധാരണ പോലെ ശൂന്യമായിരുന്നു. പക്ഷേ ടീപ്പോയുടെ മുകളിൽ ഒരു വെളുത്ത ഗൗൺ ഇരിക്കുന്നത് സോഫി കണ്ടു. അതേ ഗൗൺ, ഇന്നലെ രാത്രി അവൾ സ്വപ്നത്തിൽ കണ്ട കുട്ടിയുടേതുപോലെ. അവളുടെ കൈകാലുകൾക്ക് വിറയൽ തുടങ്ങി. ഇത് സ്വപ്നമായിരുന്നില്ലേ? എങ്കിൽ ഈ ഗൗൺ ഇവിടെ എങ്ങനെ വന്നു? അപ്പോഴാണ് അവളുടെ കമ്പ്യൂട്ടറിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അവളുടെ യൂട്യൂബ് ചാനലിൽ ആരോ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. സോഫിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ വേഗം കമ്പ്യൂട്ടറിലേക്ക് തിരിച്ചു നടന്നു. വിറയ്ക്കുന്ന കൈകളോടെ ആ വീഡിയോ പ്ലേ ചെയ്തു. വീഡിയോയിൽ കാണുന്നത് തലേരാത്രി അവൾ എഴുതിവെച്ച സൈക്കോ കഥയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു. പക്ഷേ കഥാപാത്രങ്ങളുടെ സ്ഥാനത്ത് അവളും അവൾ സ്വപ്നം കണ്ട ആ ചെറിയ കുട്ടിയുമായിരുന്നു. സോഫിയുടെ മുറി, താഴത്തെ നില, ഹാൾ എല്ലാം അതുപോലെ തന്നെ. ഓരോ രംഗവും അവൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയായിരുന്നു. വീഡിയോയുടെ അവസാനം ആ കുട്ടി ക്യാമറയിലേക്ക് നോക്കി ചിരിക്കുന്നു. അതേ ഭയാനകമായ ചിരി. ആ ചിരിയിൽ അവളുടെ ലോകം നിലച്ചുപോകുന്നതുപോലെ തോന്നി. സോഫി നിലത്തേക്ക് തളർന്നിരുന്നു. അവളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ എവിടെയോ കൂട്ടിക്കലർന്നിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റാരോ, ഒരു സൈക്കോയെപ്പോലെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നുകയറിയിരിക്കുന്നു. അവളുടെ സ്വകാര്യ നിമിഷങ്ങൾ പോലും നിരീക്ഷിച്ച് ഒരു ദുരൂഹതയുടെ ചുരുൾ അവൾക്ക് മുന്നിൽ നിവർത്തിയിട്ടിരിക്കുന്നു. അടുത്തത് എന്താണെന്ന് സോഫിക്ക് ഒരു രൂപവുമുണ്ടായിരുന്നില്ല. അവളുടെ സ്വന്തം കഥ അവൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു ക്രൂരമായ കളിയായി മാറുകയായിരുന്നു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.